എൻ്റെ വീടിൻ്റെ പെയിൻ്റ് അടിയാണ് ഗൈസ്. എൻ്റെ ഈ വീടിൻ്റെ പെയിൻ്റ് അടിയെ കുറിച്ചാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പെയിൻ്റ് അടിയാണ്. നമുക്ക് ആദ്യം ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് മാറ്റണം. ആദ്യമേ ചെടിച്ചട്ടി എടുത്ത് മാറ്റണം, ടേബിൾ എടുത്ത് മാറ്റണം, കസേര മാറ്റണം, ഈ ഒരു മിനി ടേബിൾ മാറ്റണം, നമ്മളെ ബെഡ് ഗൈസ്, ബെഡിലെ തലയാണയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ മാറ്റണം ഗൈസ്. ഞാൻ ചുമ്മാ നിട്ടാണ് ഗൈസ്. ഇതിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ പെട്ടെന്ന് ചുമ്മാ ബോറടിച്ചപ്പോൾ ചെയ്ത സാധനമാണ് ഗൈസ്. ഗൈസ് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി എടുത്തതിന് ശേഷം ഇതുപോലൊരു ഇങ്ങനെ ഒരു ബോക്സാണെന്ന് വെച്ചാൽ ഗൈസ്. ഒരു ബോക്സായാലും എന്തുമായാലും ഗൈസ്, കാർഡ്ബോർഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനൊരു ബോക്സ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഈ പശയൊക്കെ വെച്ചിട്ട് ഇവിടെ 3 ഷെൽഫ് ഇങ്ങനെ ചെയ്യണം. 3 ഷെൽഫ് ഇവിടെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ചെയ്യാം. പിന്നെ ഇതുണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കണം. പിന്നെ വേണ്ട അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഇത് ഒട്ടിച്ചെടുക്കണം. 4 കാല് വെച്ച് അതും ഒട്ടിച്ചെടുക്കണം. അതേ സെയിം തന്നെ ഇവിടെ ആ സാധനം വേണ്ട. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഒരു ടേബിളാവും. അതിൻ്റെ മിനിയേച്ചർ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഇച്ചിരി ചെറുതാക്കി ഇങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം റെഡിയായി. ഈ കസേര എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസേര നമ്മുടെ ഈ ടേബിളിൻ്റെ വരാൻ ഇത്രയും ഭാഗം കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ അതിനോട് ചേർത്ത് തന്നെ വേണ്ട ഈ 2 സാധനം വെക്കണം, ഒട്ടിച്ച് വെക്കണം. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഈ ഒരു കാർഡ്ബോർഡും കൂടെ ഒട്ടിച്ച് വെക്കണം ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ് പണി. പിന്നെ നമ്മുടെ ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൻ്റെ ഈ ഭാഗം കയറി കളയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ വളച്ച് പിടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഈ ഒരു ഇതും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ക്ലേയോ മണ്ണോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ ഒറിജിനലോ പൂ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ ഗൈസ്. അതാണ് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളെ ചെയ്തുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ വീടിന് അടിക്കാൻ പോകുന്നത് വൈറ്റ് പെയിൻ്റാണ് ഗൈസ്. ഞാൻ എന്തായാലും വൈറ്റ് പെയിൻ്റ് അടിക്കത്തുള്ളൂ ഗൈസ്. എന്നാലും നമുക്കൊരു എസ്തറ്റിക് ചെയ്യത്തുള്ളൂ. ഇപ്പം അമ്മാമ്മയുടെ വീട്ടിലാണ് ഗൈസ്. അത് അമ്മാമ്മയുടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അമ്മാമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ കുറേ കാർഡ്ബോർഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഗൈസ് ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കിസനൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഫുള്ളായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചെടുക്കണം ഗൈസ്. എനിക്കിപ്പോൾ കൈ വെച്ച് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇവിടെ സ്റ്റാൻഡൊന്നും അങ്ങനെ വെക്കാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പെയിൻ്റ് അടിയിലോട്ട് പോവാം. നമുക്ക് പെയിൻ്റ് അടിക്കാം ഗൈസ്. നമ്മുടെ ഈ ഒരു മിനിയേച്ചർ റൂമിനകത്ത് ഞാൻ നേരത്തെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാനത് കുറച്ച് കവാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കുളമായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഈ മിനിയേച്ചർ റൂമിനകത്ത് പെയിൻ്റ് അടിക്കാം. ഈ ഒരു ഭാഗത്ത് പെയിൻ്റ് അടിക്കണമെന്ന് എനിക്കില്ല ഗൈസ്. നമുക്ക് ഇവിടെ നമ്മൾ ഇത് ബെഡ് വെക്കാനുള്ളതാണ് ഗൈസ്. ഇവിടെ ബെഡ് വെക്കാനുള്ള സ്ഥലവും ഇവിടെ ടേബിളും വെക്കുന്നത് ഗൈസ്. ഇച്ചിരി എസ്തെറ്റിക്കായിട്ട് ചെയ്യുന്ന ഗൈസ്. നമുക്ക് ഇച്ചിരി വെള്ളം കലക്കി വെച്ച് നല്ലതാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഫേവറേറ്റ് പെയിൻറ്റിനകത്ത് വെള്ളം വെച്ച് നല്ലതാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് പെയിൻറ്റിൽ ഞാൻ തടപ്പിനകത്താക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി. നമുക്ക് ഇളകി കൊടുക്കാം. കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഗൈസ്. നമുക്ക് വീടിക്കത്ത് നമ്മൾ കറക്റ്റ് വൈറ്റ് കളറായിരിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ വാട്ടർ കളർ പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗൈസ് എനിക്ക്. നല്ലൊരു പെയിൻ്റ് അടിച്ചെടുക്കണം. ഈ സാർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സാധനമാണ്. നമ്മൾ ബോറടിച്ചിരിക്കുമ്പം ഒരു ഫുൾ ഐഡിയ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ചേച്ചിമാരല്ലേ ഇവരെ അന്യനെ നോക്കേണ്ടതിന് ഇവര് തന്നെ. ഇവരെ നീ വിചാരിക്കുന്നൊന്നുമില്ല. ഇവർക്ക് കുറച്ച് വികൃതി കൂടുതലാണ്. ഇവരെ പിച്ചോ മാത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും സമാധാനം പോയി.
സമാധാനം പറഞ്ഞോളാം. ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചതേ എന്റെ 3 മക്കൾ ഒരുമിച്ച് വളരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. എടോ, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഗൈസ് ഇവരുടെ നല്ലപോലെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ ഞാൻ പെയിന്റ് അടിച്ച് കൊടുക്കണം. ഇവരപ്പുറത്തെ വീടിങ്ങനെ കഴിഞ്ഞു. ഇത് നമ്മുടെ മോന്റെ മുറിയാ. ഇവിടെ വേറെ ആരും വേണ്ട. ഓഹോ, അങ്ങനെയാണോ? എന്റെ മക്കളെ നിങ്ങൾ ഇപ്പോഴും വേർതിരിച്ച് തന്നെയാ കാണുന്നത്. പക്ഷേ ഇവരുടെ പെറ്റമ്മ ഞാനിത് സമ്മതിച്ചു തരില്ല. ഇവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഞാനും എന്റെ മകളും ഈ നിമിഷം എന്റെ വീട്ടിലേക്ക് പോകും. വാ മക്കളെ. വെറുതെ ആവശ്യമില്ലാത്ത പ്രവർത്തിക്കല്ലേ? ദേ, ആ വീട്ടില് ഏത് സമയം കുളിച്ച് തൂങ്ങി നടക്കുന്നത് ഇങ്ങോട്ടുള്ളതല്ലേ? അങ്ങനെയുള്ള വീട്ടിലേക്കാണോ ഈ പിള്ളേരെ കുട്ടി പോകുന്നത്? അവിടെ എന്ത് സുരക്ഷിതത്വമാണ് ഇവർക്കുള്ളത്? ദേ, നീ കണ്ടവരല്ല. എനിക്ക് നമ്മുടെ ഈ മൂത്ത 2 മക്കളേക്ക് ഒരു ദേഷ്യമില്ല. അല്ലടി, ഞാനിവരെ നല്ല അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട്. ഇവിടെ ഞാനിവരെ നോക്കില്ലാന്ന് എനിക്ക് മൂത്തൊക്കെ പറയാൻ പറ്റും. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, നമ്മൾ ചുമ്മാ ചെയ്യുന്നതല്ലേ. മക്കള് വളരുമ്പോ അത്തരം താഴെ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. അങ്ങനെ ചെയ്യാൻ ഞാനില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം അത്രേ ഉള്ളൂ. ഇവരെ കൂടെ സ്നേഹിക്കുന്നവരാരോ അവരോടൊപ്പമായിരിക്കും കുട്ടികളുടെ മനസ്സ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ 3 മക്കളെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. വാ മക്കളെ, അമ്മ മക്കൾക്ക് ചോറ് വരുത്തരാം. എന്റെ വിജയിക്കുട്ടാ, നിങ്ങൾക്കും അവളിവിടെ നമ്മൾ കാണാവുന്ന ദൂരത്ത് പെയിന്റ് അടിക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ സ്പ്രേ പെയിന്റ് ഒക്കെ പെട്ടെന്ന് മെഡിക്കില്ല. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിന് എപ്പോൾ അടിച്ചിട്ടില്ല. ഇത് അടിച്ച് കേട്ടിട്ട് നമ്മൾ തൻ്റെ എല്ലായിടത്തും പെയിന്റ് അടിച്ച് എനിക്ക് ഇപ്പോഴും എന്തോ ഒരു ഇത് പോലെ തോന്നുന്നു ഗൈസ്. എന്ത് പറഞ്ഞു എല്ലാവരും നമുക്ക് ഈ ടേബിളിനും കൂടെ പെയിന്റ് അടിച്ചിട്ടില്ല. പുറത്തുള്ള എല്ലാവരുടെ എന്നെ നമുക്ക് സൈഡിലോട്ട് വെക്കാം ഗൈസ്. ഇന്ന് അവന്റെ മുന്നിൽ വെച്ച് പറയാണ് ഞാൻ കസിനാണ്. ഇതിനും കൂടെ കളർ വൈറ്റ് പെയിന്റ് അടിക്കാൻ ഗൈസ്. ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് വെക്കാം ഗൈസ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും എനിക്ക് മാറ്റണം. രാത്രി 9 മണിക്ക് ചൂടി ഇതൊന്ന് ഒട്ടിച്ച് വെക്കണ്ടായിരുന്നു. ഒട്ടിച്ച് വെച്ചാൽ ഭയങ്കര ബോറായി കഴിച്ചു. ഫുള്ളൊക്കെ ഇളകി വരുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇങ്ങോട്ട് ഇത് കണ്ടോളൂ. ഇങ്ങോട്ട് വെക്കേണ്ട സംശയമുണ്ട്. ഇങ്ങോട്ട് വെക്കാൻ എടുത്ത് വെച്ചാണെങ്കിൽ ഗൈസ് നമ്മളിനകത്ത് മെയിൻ ഒരു കാര്യം ചെയ്യാൻ മറന്നു ഗൈസ്. നമ്മൾ അലമാരി വെച്ചില്ല. ബസ് അലമാരി ആയിട്ടൊന്നുമില്ല ഗൈസ്. നമ്മളെല്ലാവരും ഡോളിനുണ്ട് ഗൈസ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറണ്ട് പോയി ഗൈസ്. അതാണ് അപ്പോൾ ഗൈസ് നമ്മളെന്താ പറഞ്ഞിട്ടിരുന്നത്? എന്നാൽ നമുക്ക് വിരിക്കാനുള്ള ഷീറ്റിൻ്റെ ഒക്കെ വെക്കാൻ ഒതുക്കിയൊക്കെ വെക്കാൻ വേണ്ടി തരണ്ടോ മെച്ചപ്പറല്ലേ.
അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്യാനുണ്ട്. എന്ത് സെറ്റ് ചെയ്യണമെന്നാണ് ഗൈസ്. നമുക്കിവിടെ മമ്മക്ക് കുറേ തുണിയുണ്ട് ഗൈസ്. മമ്മ തയ്ക്കുന്നതുകൊണ്ട് കുറേ തുണി ഇരിക്കും. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവുന്നു ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പം വീട്ടിൽ അമ്മമ്മ തയ്ക്കുന്നുണ്ട് കുറേ തുണി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ തുണിയൊക്കെ എടുക്കാം ഗൈസ്. അതിലൊരു കൂട്ടത്തിലൊരു തുണിയാണ് ഗൈസ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ അളവിൽ എങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത് തുണിയാണ് ഗൈസ് ഇത്. അപ്പം ഞാൻ അതിനെ ചെയ്യുന്നത് താഴെ ഇടാൻ വിചാരിച്ച്. പിന്നെ ഞാൻ പിന്നെ താഴെ ഇടുന്നു. പിന്നെ വിചാരിച്ച് ഈ ടേബിളിലിടാൻ ടേബിളിലും ഇടാൻ ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഇത് ഇവിടെ ഇടാൻ വിചാരിച്ചത്. ഇവിടെ ഇടണം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ പെയിൻറ്റ് അടച്ചു വെക്കാൻ നമ്മുടെ പെയിൻറ്റിൻ്റെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഈ ഷെൽഫിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചുമ്മാ വെച്ചേക്കാനാണ് വിചാരിച്ചത്. എന്തായാലും ഞാനത് വെക്കുന്നില്ല ഗൈസ്. ഇനി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇവിടെ ആക്കണം. ഇത് പെട്ടെന്ന് താഴെ വരും ഗൈസ്. തലയാണ് എല്ലാം കാർഡ്ബോർഡിൻ്റെയാണ്. നന്നായിട്ട് ക്യൂ ആയിട്ടുള്ള നിങ്ങളിപ്പോൾ വിചാരിക്കും എൻ്റെ റൂം മേക്ക് ഓവർ തീർന്നില്ല ഗൈസ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഈ തുണിയൊക്കെ വെട്ടിയെടുക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ ഇത് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ് ഗൈസ് ഈ ഫോണ്. അപ്പോൾ നമ്മൾ ഈ തുണിയൊക്കെ വെട്ടിയതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തതിൻ്റെ പാർട്ട് 2 ഉണ്ട് ഗൈസ്. ശരിക്കും ഈ വീഡിയോ ആയിരുന്നു പാർട്ട് 2 വരുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെത് പാർട്ട് 1 ആയിട്ട് വന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പാർട്ട് 2 ആയിട്ട് ഞാൻ പിന്നെയും തന്നെ വരുന്നതായിരിക്കും. ബൈ.